ഈ രഞ്ജിതേട്ടൻ എന്നുള്ള ഗുരു, മാർഗദർശി, എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു ട്രാവൽ? രഞ്ജിയേട്ടനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് സീൻസ് വർക്ക് ചെയ്യുന്ന തിരക്കഥാകൃത്ത്. ഒരു സീനിൽ നിന്നും അദ്ദേഹം മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു ട്രഫും ക്രസ്റ്റും ഒക്കെ വേണം ഒരു ഇതിന്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്ലെയിൻ, ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെ ഒരു 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 ഫിലിമിന്റെ ഗ്രാഫ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പഠിക്കുന്നതും അതൊരു ഭയങ്കര അസിമുലേഷൻ ആയിരുന്നു. അദ്ദേഹം ഡയലോഗ്സ് എഴുതുന്ന രീതി, ഒരു ഒരു ഡ്രമാറ്റിക് ഡയലോഗിനെ എങ്ങനെ ലെസ് ഡ്രമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യിക്കാം, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബേസിക് പാഠങ്ങൾ പഠിച്ച രഞ്ജിയേട്ടനാണ്. പിന്നെ ഓഫ് കോഴ്സ് അന്നത്തെ രഞ്ജിയേട്ടൻ എന്ന് പറയുന്നത് നത്തിങ് ഷോർട്ട് ഓഫ് എ ലയൺ, ദ വേ ഹി വാക്ക്ഡ്. നമ്മുടെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് എൻറ്റൈസ് ചെയ്യിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 2003 to 2010 അത്രയും കാലം ഏകദേശം എപ്പോഴും ടച്ചിലുണ്ടായിരുന്നത്? അങ്ങനെ ഇല്ല, അതൊരു അബദ്ധധാരണയാണ്. അത് അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അനുപമൻ വരുന്നത് രഞ്ജിത്ത് സ്കൂളിൽ നിന്നാണ്, അതായത് രഞ്ജിത്താണ് അനുപമനെ എല്ലാം പഠിപ്പിച്ചു വിട്ടത്. അല്ല, അത് ചിലപ്പോ ആയിരിക്കാം. പക്ഷെ ഞാൻ രഞ്ജിത്തിനോട്ട് അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, അത് ഇപ്പം സ്ഥിരമായിട്ട് ഞങ്ങള് ഇൻ ടച്ച് ആണ്. എനിക്ക് തോന്നുന്നു 2006 ഞാൻ രഞ്ജിയേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ വർഷം തന്നെയാണ് റോക്ക് ആൻഡ് റോൾ ചെയ്യുന്നത്. അല്ല, റോക്ക് ആൻഡ് റോളിന് മുന്നേ കയ്യൊപ്പ് ചെയ്തു, കയ്യൊപ്പിന് ശേഷം റോക്ക് ആൻഡ് റോൾ. അത് സെയിം അതേ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് 2008 തിരക്കഥ വരുന്നു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2000 കോക്ടെയിലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2022 വരെ ഞാൻ ഐ വാസ് ഡൂയിങ് മൈ ഓൺ ഫിലിംസ്. അപ്പൊ രഞ്ജിയേട്ടനൊക്കെ മാസത്തിലൊരിക്കൽ വിളിച്ചാലായി, രഞ്ജിയേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാലായി, അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ടച്ച്. ശങ്കറായിരുന്നു രഞ്ജിയേട്ടന്റെ കൂടെ ഫുൾ ഓൺ ഉണ്ടായിരുന്നു. ആഫ്റ്റർ മേ ബി തിരക്കഥ ഐ ഡിഡ്ന്റ് ഹാവ് അങ്ങനെ ഒരു 12-14 ഇയേഴ്സ് രഞ്ജിയേട്ടനോട് അങ്ങനത്തെ ഒരു ഇൻ ടച്ച് ഒന്നും ആയിരുന്നില്ല. ദോ ഇറ്റ് വാസ് വെരി കോർഡിയൽ ആൻഡ് ഐ റെസ്പെക്റ്റഡ് ഹിം, ലവ്ഡ് ഹിം സോ മച്ച്. നമ്മൾ അങ്ങനെ ഒരു ഇൻ ടച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു ആ പീരീഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വാസ് ഓൾസോ ബിസി, ഐ വാസ് ഓൾസോ ബിസി വിത്ത് മൈ ഫിലിംസ്. സോ യാ. ഈ തിരക്കഥയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തോറ്റു നിൽക്കുന്നവനാണ് നീ, എനിക്ക് നീ തുടരണമെങ്കിൽ വിജയങ്ങൾ വേണം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് എനിക്കൊന്ന് അന്ന് മംഗളത്തിലൊക്കെ കൊടുത്ത ഒരു റിട്ടേൺ ഇന്റർവ്യൂല് അനുപമൻ പറഞ്ഞിട്ട് ആ വരികൾ ശരിക്കും അത് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പിന്നെ അപ്പൊ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിൽക്കുന്ന ജീവിത സാഹചര്യം കൊണ്ട് സത്യമായിരുന്നു അത് ആ ടൈം. പിന്നെ ഉറപ്പായിട്ടും, കാരണം വെച്ചാൽ ഞാന് ഫസ്റ്റ് പടം പൊട്ടി പണ്ടാറടങ്ങിപ്പോയില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയൊന്നുമില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പടം കമ്മിറ്റ് ചെയ്ത് ആ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഐ വാസ് ഹോട്ട് പ്രോപ്പർട്ടി. എനിക്ക് 8 ചെക്കോളുണ്ട് എൻ്റെ കയ്യിൽ, ഇവിടുത്തെ മേജർ ഫിലിം മേക്കേഴ്സിന്റെ. കാരണം മെനൻ സാർ അങ്ങനെയാണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പം അതിനുശേഷം പടം ഇങ്ങനെ ആയി പോയതുകൊണ്ട് പിന്നെ ഞാനൊരു അൺലക്കി ഗൈ ആയി. കാരണം വിനയൻ സാറിന് അതുവരെ ഒരു പടം പൊട്ടിയിട്ടില്ല. അപ്പൊ ഈ പടം പൊട്ടിയപ്പോ എന്റെ മേലെയായത്. സോ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ ഒരു എല്ലാവരും 8ഓളം ചെക്കുകൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. ഓരോ ആഴ്ചകളിലായിട്ട് ഓരോരുത്തർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും, പടമില്ല. പിന്നെ ഐ ഹാഡ് ടു ഗോ ബാക്ക് ടു സീരിയൽസ്. താങ്ക്ഫുള്ളി എനിക്ക് വന്ന സീരിയൽസ് ഒന്നും തന്നെ ഇറ്റ് വാസ് നോട്ട് ദ റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് സീരിയൽസ്. യുനോ, അമ്മായിയമ്മ മരുമോളെ പീഡിപ്പിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. പകരം എനിക്ക് കിട്ടിയത് അന്നത്തെ ഒരു അവൻ ഗാഡ് ഫിൽം മേക്കർ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ സീരിയൽസിലുണ്ടായിരുന്ന KK രാജീവ്, സജി സുരേന്ദ്രൻ, ഡോക്ടർ ജനാർദ്ദനൻ, മോഹൻ കൊപ്ലേരി, ഇങ്ങനെ 4 സീരിയൽസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. വൺ ഇസ് മുഹൂർത്തം, ലോറിക്കാരൻ നോബിൾ എന്ന് പറയുന്ന ആ സാധനം. അതേസമയം 8 മണിക്ക് മേഘം, 8:30 മുഹൂർത്തം, അങ്ങനെയായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. സോ കോൺട്രാഡിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്യാരക്ടർ, ഒന്ന് ലോറി ഡ്രൈവർ, ഒന്ന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത്, എനിക്ക് തോന്നുന്നു പിന്നെ ഇതാണ് കുപ്ലേരിയുടെ സ്വരം എന്നുള്ള സീരിയൽ. ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു എന്താണ് കണ്ടിന്യൂം ഓഫ് സീരിയൽസ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. സോ ആഫ്റ്റർ സ്വരം ഐ സ്റ്റോപ്ഡ് ആൻഡ് ദെൻ ഐ വർക്ക് ഫോർ ഫിലിംസ്. അത് പതുക്കെ പിന്നെ ഈ ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായ എഫർട്ടൊന്നും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ഞാൻ ആൾക്കാർ അങ്ങനെ പോയി കാണുകയും നമ്മൾ ഈ പ്രൊവേർബിയൽ ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കലും
ഡയറക്ടേഴ്സിന്റെ വാതിൽക്കൽ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനൊന്നുമില്ല അതിനകത്ത്. ഞാൻ ഇവരൊന്നും കാണാനും പോയിട്ടില്ല. ജസ്റ്റ് കെയിം ടു മീ. സോ ദ യൂണിവേഴ്സ് ഹാസ് ബീൻ സോ ബെനിവലന്റ് ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് എവറിഥിങ് കെയിം ടു മീ സോ വിതൗട്ട് മച്ച് എഫേർട്ട്. പിന്നെ എഫേർട്ട് ഉണ്ട്. നമ്മൾ വൺസ് നമ്മൾ ഈ ഗെയിമിൽ പിന്നെ നമ്മള് ഫുൾ ഓൺ ഇത് തന്നെയായിരുന്നു. കാരണം ഐ ഡിഡ് അറൌണ്ട് 100 ഫിലിംസ് ആഫ്റ്റർ ദിസ് വൺ. 2010 ശേഷം 100 പടങ്ങളോളം ഞാൻ ചെയ്തില്ലേ, 15 പടം എഴുതി. സോ അതുണ്ടായിരുന്നു, ആ വർക്ക് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും അതിന്റെ. പക്ഷെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അതാണ് എന്റെ സത്യവും. എന്നെക്കാളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന ഇവരൊക്കെ 4:30 എണീറ്റ് ജിമ്മിൽ പോയി 3 മണിക്കൂർ വർക്കൗട്ട്, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഫിസിക്കൽ അധ്വാനം എന്റേത് വളരെ കുറവായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഒരു സംഭാഷണം എനിക്ക് വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോഴും അങ്ങനത്തെ ഒരു സംഭാഷണം ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ മകനോട് അമ്മയെ പറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയിട്ട് അമ്മയുടെ ദുർനടപ്പുകളെ പറ്റി മകനോട് പറയാണ്. ആൻഡ് മകൻ അതിന്റെ അമ്മ ചെയ്തതിന്റെ സാമ്പത്തിക സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അച്ഛൻ അമ്മയെ കുറച്ച് മോശക്കാരിയാക്കി പറയുമ്പോ മകൻ അച്ഛനോട് പറയുന്നത് അമ്മ കാസിനോവയുടെ ഒരു ഫീമെയിൽ വേർഷൻ ആയിരുന്നു. പെട്ടെന്ന് എഴുതി തീർന്നു ആ കോൺവെർസേഷൻ. അത് അവിടെ ചെയ്തത് ഒരു ചായക്കട, ആ ചായക്കടയ്ക്ക് അതിരുന്ന് എഴുതിയത്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാര്യം പി ജയചന്ദ്രൻ അച്ഛൻ. അപ്പൊ ജയേട്ടൻ വന്നിട്ട് ഇപ്പം ഇത് മൊത്തം മാറിയില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ കാര്യങ്ങൾ എന്നോട് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതാണല്ലോ കാലം വരണം, ഇങ്ങനെ വേണം, ഇങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടാവുക അല്ലേ, ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ പോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛന്റെ അമ്മയുടെയും ഫിസിക്കൽ കെമിസ്ട്രിയും തട്ടുമ്പോത്തായിരുന്നു. അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്തരം സൊസൈറ്റൽ മോസിനെ ഈ പറയുന്ന കാലമല്ലേ, അപ്പം എനിക്ക് അതൊന്നും തച്ചുടയ്ക്കണമെന്ന് ബോധപൂർവമായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും. കാരണം ഇതൊക്കെ വളരെ ഫ്ലെംസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ മോറലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിനു മുമ്പേ നമ്മൾ മാധവിക്കുട്ടിയൊക്കെ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അത്തരം സൊസൈറ്റൽ മോസൊക്കെ എന്ത് വെണ്ണീറായി പോകുന്ന ശരീരങ്ങളെ കുറിച്ചാണ് ഈ ബോധേടാവുന്നത് അല്ലേ. നമ്മുടെക്കാൾ എത്രയോ 10,000 വർഷങ്ങൾ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ട് നമുക്ക് പൂർവികരായിട്ട് എത്രയോ പേർ. അവരിൽ നിന്നും വന്നെത്തിയ ഒരു ജനത ഇതില് ബോധേടാവുക എന്ന് പറയുന്നത് എനിക്കത് വളരെ കോമിക്കലായിട്ടാണ് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സീൻ ബോധപൂർവം വെച്ച് ഇത്രയ്ക്കേ ഉള്ളൂ. ഐ വോണ്ട് ടു, നമ്മളൊരു എക്സ്ട്രീം അടിക്കത്തില്ലേ, ഒരു അച്ഛനോടും അച്ഛൻ മകനോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളായി ഇത് മാറ്റിയാൽ അതിലൊരു there is a normalization in the whole process. So I wanted to normalize the whole thing and make it very mundane. അതായിരുന്നു അതിന്റെ ബോധപൂർവമായിട്ടുള്ളൊരു സീൻ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഡയലോഗ് സ്ട്രക്ചറിങ് തന്നെയായിരുന്നു. ഇതിന്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇവിടെ നിന്നാണെന്ന് പറയട്ടെ. അതായത് ഒരു മകൻ അച്ഛനോട് ചോദിക്കുകയാണ്, സകല ദിവസം ഞാൻ വായിച്ചു, പക്ഷെ ചില ഏരിയ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അതെന്ന്. ഇപ്പൊ അച്ഛൻ മകനോട് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു, രണ്ടാനമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ രവി മാഷിന്റെ. എന്റെ മകൻ അനുപമനായിരുന്നു, അച്ഛൻ അനുപമന്റെ അച്ഛനായിരുന്നു. ഇല്ല, അത് ആക്ച്വലി ആ ഒരു സാധനമേ എനിക്ക് ഇതുണ്ടായി. അച്ഛനും ഞാനായിട്ട് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അച്ഛന് ഞാനായിട്ട് ഉണ്ടായ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് ഖസാക്ക് വായിക്കുമ്പോ എനിക്ക് നൈസാം അലിയുടെ ഏരിയ എനിക്ക് മനസ്സിലായിരുന്നില്ല. അതൊരു കാര്യം. ചാന്തുമി രവിയും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ അതിന് ഏറ്റവും എന്താണ് ഒരു 7ാം ക്ലാസ്സുകാരന് പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഭാഷയിൽ അച്ഛൻ പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ആ കാലത്ത് അത് ടാബു. ടാബു. പക്ഷെ ടാബു ആണെങ്കിൽ എനിക്കിത് വായിക്കാൻ തരുമല്ലോ. ഐ മീൻ കോമൺ സൊസൈറ്റിയിൽ, കൺവെൻഷണൽ സൊസൈറ്റിയിൽ. പിന്നെ നമ്മള് എന്താണ്, ഞാൻ ക്രൈസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളില് ഞാൻ ലേഡി ഷാർലീസ് ലവറോ സൺസ് ആൻഡ് ലവേഴ്സോ ഒക്കെ വായിക്കുന്നത് ആക്ച്വലി നമ്മുടെ ലൈബ്രറിയിലാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അന്ന് അവിടെ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് ആയിരിക്കാം. സോ അതല്ല, ഇത് ഈ സീൻ പെർട്ടിക്കുലർലി ഐ വാണ്ടഡ് ടു ബ്രേക്ക് ദ ജിങ്സ്. അത് ഞാൻ വളരെ നമ്മളൊരു ഇന്റൻഷണൽ ആയിട്ട് ഒരു സാധനം ചെയ്യാന്ന് പറയില്ലേ. ഗുഡ് ദാറ്റ് യു നോട്ടഡ് ഇറ്റ്. അധികം പേരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ആ സാധനം ഞാൻ വേണമെന്ന് ചെയ്തതാണ്. ബിക്കോസ് അത് ആ സിനിമ മൊത്തം പറയാനിരുന്ന ഒരു കാര്യത്തിന്റെ. അപ്പൊ അതിനകത്ത് ഏറ്റവും ഒരു എന്താ പറയാ, ഒരു ഐഡിയലിസ്റ്റിക് സീനാണ് ദ വൺ വുമൺ മാൻ സാധനം.
അതിനെ നമ്മൾ ജക്സ്റ്റപ്പോസ് ചെയ്യുന്നത് ഇത്തരം സീനുകൾ കൊണ്ടാണ്. ഇപ്പുറത്ത് ഇയാള് തന്നെയാണ് ഇപ്പുറത്ത് ഇത് പറയുന്നത്, അമ്മയുടെ ഇത് പറയുന്നത്. സോ ദാറ്റ് വാസ് ഭയങ്കര രസമുള്ളൊരു എന്താണ് നമുക്ക് നമ്മുടെ റെവറിയിൽ പോകുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ആർട്ടിസ്റ്റിക് റെവറി എന്ന് പറയില്ല, അതുണ്ടായിരുന്നു. അത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് തന്നെയാണ് അല്ലേ. അവരെന്ന് പറയുന്നത് ഈ ചില ആളുകൾ നമ്മള് ഇങ്ങനെ ഒരു പെഡസ്റ്റൽ കയറ്റി വെച്ച് ദേ ആർ എബോവ് എവറിത്തിങ്, അത് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും അപ്പൂപ്പനായാലും എന്ന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു സ്വകാര്യതയിൽ അവർ ആലോചിച്ച് നോക്കൂ. ദേ ആർ ഓൾ ലൈക്ക് അസ് അല്ലേ. എല്ലാ ഫെയിലിങ്സ് എന്ന് പറയുന്നത് സോ കോൾഡ് ഫെയിലിങ്സ്, ഐ ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ആസ് ഫെയിലിങ്സ്. നമ്മുടെ എന്താണ് ആട്രിബ്യൂട്ട്സ് ആണത്, നമ്മുടെ ബോഡിലി മെന്റൽ ആട്രിബ്യൂട്ട്സ് ആണത്. അത് മനുഷ്യൻ, ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ മനുഷ്യൻ. സോ വൈ നോട്ട്?